അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഇന്നത്തെ അങ്ങനെ യാത്ര കർത്താവ് ആകുലപ്പെടുന്ന മക്കൾ, വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ, സങ്കടങ്ങളുടെ മുമ്പിലും, സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ, അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം, അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുമെന്നുള്ള ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ സംസാരങ്ങൾ, ആരുമായി സംസാരിക്കുന്നുവോ, ഇന്നത്തെ എഴുത്തുകുത്തുകളും ഫോൺ വിളികളും, അതിൽ സംസാരിക്കുന്ന വിഷയങ്ങളും എടുക്കുന്ന തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ വേഗനപ്പെടുന്ന മാതാപിതാക്കന്മാരെ ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥാവര ജംഗ വസ്തുക്കളുടെ കൈമാറ്റങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന്
കരകയറാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ വല്ല വാഴ്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസ്സമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും വൈഷമ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥിക്കുന്നു. ഭർത്താവും ഭാര്യയുമായിട്ട് അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് 17 ദിവസം കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് നൽകുന്നു. യേശുവിൻ്റെ ചൈതന്യം ആവശ്യിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ നല്ല ദിവസത്തിൽ കർത്താവ് നിൻ്റെ മുഴുവനായ നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. നീ ദൈവത്തെ അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാതെ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കണം. തിരിച്ചു പറഞ്ഞാൽ അനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ എന്താണ് പറഞ്ഞത് തന്നെ പിന്നെയും പറയണം. നിങ്ങൾ ഓർക്കും. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ജോഷയുടെ പുസ്തകം എടുത്ത് ജോഷ 3:7. കർത്താവ് ജോഷയോട് പറഞ്ഞു, കർത്താവ് ജോഷയോട് അരുളി ചെയ്തു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു. ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ നിന്റെ കൂടെ ഉണ്ടെന്ന് ജനം അറിയാൻ വേണ്ടി ഇന്നു മുതൽ ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ഉന്നതനാക്കാൻ പോകുന്നു. ഉന്നതാക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്നറിയാവോ? കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ വെള്ളപ്പൊക്കം നടക്കുന്ന ഒരു നദിയുടെ മുമ്പിൽ കൂടെ നിർത്തി, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കൂടെ നിർത്തി. എന്നിട്ട് പറയും, ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഒരു മെത്തേഡ് ഭയങ്കര പെഡഗോജി, തിട്ടുജീവിതം ഭയങ്കരമാണ്. ജോഷുവ 3:15. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളപ്പൊക്കമായിരുന്നു. കൊയ്ത്തുകാലം മുഴുവനേ കരയേതാണ് കടലേതാണെന്ന് കരയേതാണ് നദിയെന്നറിയാൻ പാലാതെ കരകവിഞ്ഞൊഴുകുകയാണ്. വെള്ളപ്പൊക്കമാണ്. ഇപ്പോൾ ജോഷുവായെ ഒരു വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ കൂടെ നിർത്തിയിട്ടാണ് എന്ത് പറയണതാണ്? ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകണമെന്നാണ്. ദൈവത്തിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. നമ്മുടെ ജീവിതത്തിലേ നമ്മൾ പകച്ചു നിൽക്കുന്ന ദുരന്ത മുഖത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് പറയണത് എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ ഉന്നതനാക്കാൻ പോകുന്നു. ഇതൊരു മെത്തേഡാണ്. ചില അയ്യോഭാവികൾ ഇത് കണ്ടിട്ട് പേടിച്ച് പറച്ച് പ്രാർത്ഥന കുറച്ച് കുർബാനയില്ലാതെ പിന്തിരിഞ്ഞ് പഴയ കാലത്തേക്ക് പിന്തിരിഞ്ഞ് ഓടുക. അവൻ മോശസ് മരിക്കാൻ നേരത്ത് ജോഷുവോട് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? നീ പിന്തിരിഞ്ഞ് ഓടരുത്, പകരം എന്ത് ചെയ്യണം? ഈ വെള്ളപ്പൊക്കമൊക്കെ കാണുമ്പോഴേ പിന്തിരിഞ്ഞ് ഓടരുത്. എന്ത് ചെയ്യണം? ശക്തനും ധീരനുമായിരിക്കുക. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ കൂടെ ഉണ്ടാകുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ വെള്ളപ്പൊക്കം. മനസ്സിലായ? നിങ്ങൾ നോക്കരുത് കൂടെ ഉണ്ടാകേണ്ട ചേർത്ത് പിരിക്കേണ്ട ചോന്നുണ്ടാക്കിയെന്നൊക്കെ പറയല്ലേ. ഒരു ചോക്കലുമില്ല. കൂടെ ഉണ്ടെന്ന് നമ്മൾ അറിയിക്കണത് ഇതുപോലെയുള്ള രോഗങ്ങൾ, കടങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, നിക്കക്കളില്ലാത്ത അവസ്ഥകൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഉന്നതമാക്കാൻ പോകുന്നത്, ഇസ്രായേൽ ജനത്തെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ മെത്തേഡിനെ കുറിച്ചൊക്കെ വ്യക്തത ഉണ്ടാകണം. ശരിക്കും ദൈവമായിട്ട് സഞ്ചരിക്കുന്നത് നമ്മൾ നാട്ടുകാരുമായി സഞ്ചരിക്കണ പോലെ അല്ല. അതിൻ്റേതായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട്.
ആ സുവിശേഷം നമുക്ക് നൽകുന്ന വരച്ചിട്ടിരിക്കുന്ന അത് വഴി അതാണ്. സുവിശേഷം വരച്ചിട്ടൊരു വഴിയുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ പകച്ചുകൂടായിട്ട് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കണം, ഒന്നാമത്തെ കാര്യം ദൈവം നമ്മോട് കൂടി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ, രണ്ട് നമ്മളെ ഉന്നതനാക്കാൻ. ഓക്കെ അല്ലേ? എൻ്റെ പേര് അച്ചു, ഞാൻ ഫിലാഡൽഫിയയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് കിട്ടിയ അത്ഭുത സൗഖ്യത്തിനെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2021 മാർച്ചിലാണ്. ആദ്യമായി എൻ്റെ അമ്മയാണ് ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതുമെല്ലാം. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കയ്ക്ക് പോകുന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഞാൻ അമേരിക്കയിൽ കഴിഞ്ഞ 2023 സെപ്റ്റംബറിലാണ് പോകുന്നത്. ഞാൻ അന്നേരം ഉടമ്പടി പുതുക്കി NRI കൺവേർട്ടഡ് ആക്കിയാണ് ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത്. പത്രവും ന്യൂസ് പേപ്പറും വാങ്ങിയാണ് പോകുന്നത്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയത്. ഞാൻ US ചെന്ന് കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം ഞാൻ ആദ്യത്തെ കൺസീവായി. ആദ്യത്തെ എൻ്റെ കുഞ്ഞ് ഫസ്റ്റ് നമുക്കവിടെ അവർ അൾട്രാസൗണ്ട് ചെയ്യും. ആദ്യത്തെ അൾട്രാസൗണ്ടിൽ നോർമലായിരുന്നു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം നമുക്ക് അൾട്രാസൗണ്ട് ഉള്ളത് 12 വീക്സിലാണ്. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അൾട്രാസൗണ്ടിന് 12 വീക്സിന് ചെല്ലുമ്പോൾ അൾട്രാസൗണ്ടിൽ കുഞ്ഞിന് 7 വീക്സിൻ്റെ വളർച്ചയേ ഉള്ളായിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന് അന്ന് രാത്രി തന്നെ ഞാനും ഹസ്ബൻഡും ഉടമ്പടി ധ്യാനമാണ് കണ്ടത്. 2 ഉടമ്പടി ധ്യാനം ഞാൻ മിസ് ചെയ്തായിരുന്നു. കാരണം ഞാൻ എല്ലാ ട്യൂസ്ഡേയിലും ഉടമ്പടി ധ്യാനം കാണുന്നതായിരുന്നു. അന്നേരം ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ തോട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ 2 ഉടമ്പടി ധ്യാനം മിസ് ചെയ്തുകൊണ്ടാണോ അങ്ങനെ വന്നതെന്ന് ഓർത്ത് ഞങ്ങൾ ആ രാത്രി തന്നെ 2 ഉടമ്പടി ധ്യാനം ഫിനിഷ് ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ ഞങ്ങൾക്ക് 2 മന്താണ് പറഞ്ഞത് നെക്സ്റ്റ് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ടൈം. ആ 2 മന്ത്സിനുള്ളിൽ തന്നെ ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റായി. അതിനും ഫസ്റ്റ് പ്രൊസീജിയർ പോലെ നമ്മൾ ഫസ്റ്റ് അൾട്രാസൗണ്ട് പോയി. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 7 വീക്സിൽ അൾട്രാസൗണ്ട്, അതിൽ അവൾക്ക് ഓക്കെ ആയിരുന്നു, നോർമലായിരുന്നു. പിന്നെ നമുക്ക് 20 വീക്സിലാണ് അൾട്രാസൗണ്ട്, അതിലും എല്ലാം നോർമലാണ്, ഓക്കെ ആയിരുന്നു. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് എല്ലാം സ്ട്രോങ് ആയിരുന്നു. പിന്നെ നമുക്കവിടെ അൾട്രാസൗണ്ട് നമുക്കവിടെ 35 വീക്സിലേ ഉള്ളൂ ലാസ്റ്റ്. എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ ഒരു കുഴപ്പമില്ല. എല്ലാ ബ്ലഡ് വർക്കും നോർമലാണ്, ഒരു അയൺ ഡെഫിഷ്യൻസി ഒന്നുമില്ല, എല്ലാം നോർമലായി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ 35 വീക്സിൻ്റെ അൾട്രാസൗണ്ട് ജസ്റ്റ് നോർമലായി ചെല്ലുകയാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് എനിക്ക് വർക്കുണ്ട്. ജസ്റ്റ് ചെല്ലുമ്പോൾ ടെക്നീഷ്യൻ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. കുറേ നേരമായിട്ടും ഡോക്ടർ വരുന്നില്ല. അന്നേരം നമുക്ക് ഒരു ഡൗട്ട് തോന്നി എന്താണെന്ന്. പക്ഷേ ഡോക്ടർ പിന്നെ വന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, വി ആർ സീയിങ് എ വെരി ബിഗ് കോംപ്ലിക്കേഷൻ ഇൻ യുവർ പ്രഗ്നൻസി. നിൻ്റെ പ്രഗ്നൻസി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോംപ്ലിക്കേഷനാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ നിന്നെ ഞങ്ങൾ ഇന്ന് അഡ്മിറ്റ് ആക്കുകയാണ്. കുഞ്ഞിനെ 2 ദിവസത്തിനുള്ളിൽ പുറത്തെടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞിനത് ആപത്താന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് കയറി. അതെങ്ങനെയാണെന്ന് അവർക്കും അറിയില്ല. ഹൈഡ്രോപ്സ് എന്നാണ് അതിൻ്റെ പേര് അവർ പറഞ്ഞത്. അന്ന് തന്നെ എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്നേരം എന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടിയുണ്ടായി. കാരണം ആ ഹോസ്പിറ്റലിൽ NICU ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ അവർക്ക് ഇവൾ ജനിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കണ്ടീഷൻ എന്നറിയത്തില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, നിന്നെ NICU ഫെസിലിറ്റി കൂടുതലുള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ എന്നെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് പുറകെ വരികയാണ് ചെയ്തത്. ഞങ്ങളവിടെ ചെന്നു. എനിക്ക് അവർ 2 സ്റ്റിറോയിഡ് തന്നു. കാരണം 35 വീക്സ് ഫിനിഷ് ആയായിരുന്നു ഇവൾ. അന്നേരം ഇവൾക്ക് വെയിറ്റ് ഓക്കെയാണ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ അവിടെ ഹാർട്ട് ബീറ്റ് സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാവാവുന്ന പോസിബിലിറ്റീസ് എല്ലാം ഇവർ നമ്മളോട് പറയും. കാരണം അവർക്ക് ഒരു കുഴപ്പം വരരുത്. അതുകൊണ്ട് ഇവർ പറഞ്ഞത് കുഞ്ഞ് ജനിക്കുമ്പോൾ അനീമിക് ആയിരിക്കും, കുഞ്ഞ് ടോട്ടലി സിക്കായിരിക്കും, കുഞ്ഞിന് ഓക്സിജൻ ലെവൽ കൊടുക്കേണ്ടി വരും, അങ്ങനെ എല്ലാം പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയായിരുന്നു, ഭയങ്കര ടെൻഷൻ. അമ്മ അന്ന് എന്നെ അഡ്മിറ്റ് ചെയ്ത ആ ദിവസം അച്ഛനെ വന്ന് കാണുകയും ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്നു. അൾട്രാസൗണ്ടിൻ്റെയും ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിൻ്റെയും ഫോട്ടോ. അച്ഛൻ മാതാവിൻ്റെ അടുക്ക പോയി പ്രാർത്ഥിച്ചു. അച്ഛൻ അമ്മയോട് പറഞ്ഞായിരുന്നു സാക്ഷ്യം പറയാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു, കുഞ്ഞിനായിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ നിന്നത്. ഉടമ്പടിത്തായിൽ എൻ്റെ അടിവയറ്റിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെ ഇതൊരു റെയർ കേസായിരുന്നു. അതുകൊണ്ട് അവർ എൻ്റെ വയറ്റിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാനായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു.
അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ സി സെക്ഷൻ ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു. അന്ന് എന്നെ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ ഹോസ്പിറ്റൽ ആ ഡെലിവറി റൂമിൽ നിന്ന ഡോക്ടേഴ്സ് ഹൈ റിസ്ക് ഡെലിവറി ചെയ്യുന്ന ഡോക്ടേഴ്സായിരുന്നു. നിക്യൂയിൽ നിന്നുള്ള ഹൈ റിസ്ക് ഡോക്ടേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സും നഴ്സുമാരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡിനും കയറാൻ പറ്റുമായിരുന്നു. അവർ ഓപ്പറേഷൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ കരച്ചിൽ തന്നെ ആദ്യം കേട്ടു. അന്നേരം തന്നെ ഒരു ഇന്ത്യൻ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, എല്ലാം നോർമലാണ്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ഞ് ഓക്കെയാന്ന് പറഞ്ഞു. കാരണം അവരെല്ലാം ഫെസിലിറ്റി ആയിട്ടാണ് നിന്നത്. കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന് ഓക്സിജൻ കൊടുക്കേണ്ട രീതിയിലുള്ള ഇതായിട്ട് നിന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മാതാവ്, കൃപാസന മാതാവിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. കാരണം മാതാവ് തന്ന ഒരു പരീക്ഷണമായിട്ട് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കും തോറും നമുക്ക് ശോധന വരുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. കുഞ്ഞ് ജനിച്ച് കുഞ്ഞിനെ നെക്യൂയിൽ അവർ പ്ലേസ് ചെയ്യും എന്നാണെങ്കിലും, കാരണം 35 വീക്സിൽ ഉണ്ടായതായതുകൊണ്ട്. പക്ഷേ അവർക്കൊരു ഓക്സിജൻ സപ്ലൈ കൊടുക്കേണ്ട വന്നില്ലായിരുന്നു. ഫീഡിങ് മാത്രം ഫസ്റ്റ് ഒന്ന് ട്യൂബിൽ കൂടെ കൊടുത്തു. പിന്നെ അവർ കുഞ്ഞിനെ 3 വീക്സ് ഹോസ്പിറ്റലിൽ കടത്തുകയുണ്ടായി. കാരണം കുഞ്ഞിൻ്റെ ഫീഡിങ് 100% അവർക്ക് ഷുവർ ആകണമായിരുന്നു. അതുകൊണ്ട് മാത്രം. പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം കുഞ്ഞിൻ്റെ ആ ചെസ്റ്റ് ക്യാവിറ്റി ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞത് ചെസ്റ്റ് ക്യാവിറ്റി ഫ്ലൂയിഡ് ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും അതിശയകരമായ ഒരു അത്ഭുത സാക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ലെഫ്റ്റ് കിഡ്നിയിൽ അവരൊരു ഫ്ലൂയിഡ് കണ്ടു. അത് മൈനറാണ്, അത് കൺസേൺ അല്ലായിരുന്നു. അവർ മൈനർ ഫ്ലൂയിഡ് എന്നേ പറഞ്ഞോളൂ. പിന്നെ അവർ ഞങ്ങളെ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് പേടിയുണ്ടായി. കാരണം കുഞ്ഞിൻ്റെ ഹെഡിൽ അവർ ഫ്ലൂയിഡ് കണ്ടു. അത് അവർക്കൊരു കൺസേൺ ആയിരുന്നു. അൾട്രാസൗണ്ടിലൂടെ അവർ കണ്ടത്, ജനിച്ചു കഴിഞ്ഞാണ് കണ്ടത്. പക്ഷേ MRI ചെയ്യാമെന്ന് ഇവർ പറഞ്ഞു. MRI ഞങ്ങളന്ന് ഫുൾ പ്രാർത്ഥന മാത്രമായിരുന്നു. പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ട് MRI റിസൾട്ടിൽ കുഞ്ഞിന് ഫ്ലൂയിഡ് ഇല്ലായിരുന്നു. കുഞ്ഞിൻ്റെ ഹെഡിൽ അത് കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു വന്ന്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. അവിടെ പേര് ഞാൻ മേരി എന്നാണ് ഇട്ടേക്കുന്നത്, മാതാവിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത്. അവിടെ പേര് മേരി എൽസ ബെൻ എന്നാണ്. അവിടെ മാമോദീസ അവിടെയായിരുന്നു. ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. കുഞ്ഞാണിവൾ. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് അമേരിക്കയിൽ ചെന്നപ്പം തൊട്ട് എൻ്റെ നെഞ്ചിൽ എനിക്കൊരു ഭയങ്കര ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്താണെന്ന് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു വിങ്ങൽ പോലെയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി ധ്യാനം എനിക്കറിയായിരുന്നു. ഉടമ്പടി ധ്യാനം അത്ഭുത സൗഖ്യത്തിൻ്റെ ധ്യാനമാണെന്ന് എനിക്കറിയായിരുന്നു. ദൈവം ഇറങ്ങി വരുന്ന, യേശുപ്പച്ചൻ ഇറങ്ങി വരുന്ന ധ്യാനമാണെന്നറിയായിരുന്നു. ഞാനതിൽ വിശ്വസിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഹൃദയത്തിലെ ഒരു അസ്വസ്ഥത വന്നിട്ടില്ല. ശ്വാസമുട്ടലാണോ എന്താണെന്നറിയത്തില്ല, അത് വന്നിട്ടില്ല. അത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് എൻ്റെ ജോലി, അതൊരു ഭയങ്കര അത്ഭുതമാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു ജോലി കിട്ടണേ. അന്നേരം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫാർമസി ഉണ്ടായിരുന്നു. നടന്നു പോയാൽ മതി. അവിടെയാണ് എനിക്ക് മാതാവ് ജോലി തന്നത്. നല്ല ജോലിയായിരുന്നു. എനിക്ക് വലിയ കഷ്ടപ്പാടില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു. ഐ ആം സോ ഹാപ്പി ആ ജോലിയിൽ. അത് മാതാവ് തന്നൊരു അനുഗ്രഹം മാത്രമാണ്. കാരണം അവിടെ ഒരിക്കലും വേക്കൻസി വരാത്ത ഫാർമസിയിൽ ഞാൻ കറക്റ്റ് അവിടെ ചെന്ന് ചോദിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്കവിടെ കറക്റ്റ് ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടുകയുണ്ടായി. അതാണ് മൂന്നാമത്തെ സാക്ഷ്യം. നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അപ്പായും അമ്മയും ഞാൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനായിട്ടൊന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് കൊടുത്തായിരുന്നു ഞങ്ങൾ. പക്ഷേ അമ്മയൊക്കെ ആദ്യം ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പക്ഷേ ഒരു പരീക്ഷണം എന്ന നിലയിൽ അവർക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ അവർക്ക് പാസ്സായില്ല. അവർക്ക് റിജക്റ്റ് ആയിപ്പോയി, വിസ കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എല്ലാവരും അറിയുകയുണ്ടായി, ഇവരോടെല്ലാവരും ചോദിക്കുകയുണ്ടായി. ഇവർക്കതൊരു ഭയങ്കര വിഷമവും മനപ്രയാസവുമായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തിരുന്ന ഏജൻറ്റ് ഇങ്ങോട്ട് പറയുകയാണ്, അവരോടൊന്നും കൂടെ ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കാമോ, ഫണ്ടിൻ്റെ കാര്യം ഒന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഒരിക്കലും ഈ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അമേരിക്കയ്ക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കറിയാം. പക്ഷേ 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് അടുത്ത ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി. അത് ആ ഏജൻറ്റ് മാതാവിലൂടെ പ്രവർത്തിച്ചതാണ്. അല്ലെങ്കിൽ ഒരാളും പറയില്ല, ഏജൻറ്റുമാർ ഇങ്ങോട്ട് വന്ന് പറയുകയില്ല. പക്ഷേ ഇവർക്ക് 1 മാസത്തിനുള്ളിൽ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി. ഇവർക്ക് ഹൈദരാബാദ് ലൊക്കേഷൻ കിട്ടി. ഇവർ പോയി, ഇവർക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി. അതൊരു ലേഡിയായിരുന്നു. മാതാമ ഒന്നും ചോദിച്ചില്ല, ഇവരോട് ഒരു ക്വസ്റ്റ്യൻ പോലും ഇവരോട് ചോദിച്ചില്ല. ഇവർക്ക് വിസ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതെല്ലാം മാതാവിൻ്റെ ഒരു അത്ഭുത ശക്തിയാണ്. അതാണ് കൃപാസന മാതാവ്. നമുക്ക് ആദ്യം ഒരു ഇച്ചിരി ലേറ്റ് ആയാലും പക്ഷേ മാതാവ് അതിന് നമുക്ക് ഇരട്ടിയായി തന്നിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമാണ്.
ഞാൻ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം, ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് പേപ്പറാണ് കൊണ്ടുപോയത്. ഞാൻ ഫാർമസി ജോലി ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഞാൻ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഈ പത്രവും കൂടെ അവരുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, കേരളത്തിലുള്ള പള്ളിയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരുന്നത്. നിങ്ങൾ കുറേ ടെസ്റ്റിമണീസ് ഉണ്ട്, നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ നാട്ടിലുള്ള അവിടെ, കാരണം പാവങ്ങളായ ആൾക്കാരെ എനിക്കറിയില്ല, അതുകൊണ്ട് നാട്ടിലുള്ള പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് മുടക്കാതെ കാണുമായിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം ഒരു ട്യൂസ്ഡേയിലും കാണാതിരിക്കുകയില്ലായിരുന്നു. കാരണം അവിടുത്തെ മോർണിംഗിൽ കാണുമായിരുന്നു, അല്ലെ എപ്പോഴേലും ആ വീക്ക് നെക്സ്റ്റ് ഉടമ്പടി ധ്യാനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കാണുമായിരുന്നു. അതൊക്കെയാണ്. പിന്നെ കൊന്ത ചൊല്ലുമായിരുന്നു, കുമ്പസാരം ചെയ്തിട്ടുണ്ട്, തലയ്ക്ക് പിടിച്ച് കുർബാനയും കൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാം പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ട് ഞങ്ങൾക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനും പേര് ആൽബി ജോസഫ്. ഞാൻ കൂടല്ലൂർ സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജനുവരി 11 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞങ്ങൾ അബുദാബിയിൽ ജോലി ചെയ്യുമായിരുന്നു, ഫാമിലി ആയിട്ട് അവിടെ ആയിരുന്നു. അപ്പോഴേക്കും ഒത്തിരി പ്രശ്നങ്ങൾ, ജോലിയിൽ നിന്നും സ്ട്രെസ്സും അങ്ങനെ എല്ലാം കാര്യങ്ങളുമായിട്ട് വേറൊരു ജോലി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു അച്ഛനെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്ന് മാറി വേറെ ഏതെങ്കിലും ജോലി നോക്ക്, രാജ്യം നോക്ക് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനുശേഷം OET പഠിക്കാം അങ്ങനെ വിചാരിച്ച് ഇരുന്നു. അങ്ങനെ ഒരു കെയറർ വിസയുടെ സ്കോട്ട്ലൻഡിൻ്റെ നോക്കി, അതിനുവേണ്ടി എല്ലാം അപ്ലൈ ചെയ്തു. അതിനുവേണ്ടി അവർ റിസൈൻ ചെയ്യാൻ പറഞ്ഞ പ്രകാരം അവിടുന്ന് ഞാൻ പഴയ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തു. 1 മാസത്തെ ശമ്പളം അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നത്. അതിനുശേഷം പോന്നപ്പോഴേക്കും മാർച്ചിലോടുകൂടി UK നിയമങ്ങൾ മാറുന്ന പ്രകാരം ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോഴേക്കും ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഇനി എൻ്റെ മുൻപിൽ വേറെ ഏതാണ് ഓപ്ഷൻ ഉള്ളത്? കാരണം ഞാൻ ഉണ്ടായിരുന്ന ജോലി ഞാനായിട്ട് കളഞ്ഞതാണ്. അപ്പം മാതാവ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എനിക്ക് കാണിച്ചുകൊണ്ടിരുന്നത് OET എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നോട് ഹസ്ബൻഡ് പഠിക്കാൻ നേരത്തെ പറയുമ്പോൾ ഞാൻ പഠിക്കില്ലായിരുന്നു, കാരണം OET പഠിക്കാൻ എനിക്ക് ശ്രമിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ജനുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ OETയുടെ ക്ലാസ്സിന് ചേർന്നു. ആദ്യത്തെ ഡേറ്റ് മെയ് മാസം എടുത്തു. അച്ഛനെ കണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും എല്ലാം മേടിച്ചിട്ടാണ് എക്സാമിന് പോയത്. അങ്ങനെ എക്സാമിന് പോയി. ക്ലാസ്സിലൊക്കെ എനിക്ക് സ്പീക്കിങ്ങിന് വളരെ മോശമായിരുന്നു പറയാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് നീ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി, നീ എൻ്റെ കൂടത്തിൽ വരണം എന്ന് പറഞ്ഞു. അവിടെ ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞായിരുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതിനുശേഷമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും ഞാൻ അതുപോലെ തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഞാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്തിരുന്നത് പ്രാർത്ഥന മാത്രമായിരുന്നു. എല്ലാവരും എന്നെ വഴക്ക് പറയും, നീ പഠിത്തം കൂട്ട്, പ്രാർത്ഥന കുറയ്ക്കാൻ പറയുമായിരുന്നു. പള്ളിയിൽ പോയി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു, എക്സാം എഴുതി. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ എക്സാം എനിക്കിങ്ങനെ ഉത്തരങ്ങൾ ലിസണിങ്ങിനെ റീഡിങ്ങിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇതാണ് ഉത്തരം എന്നുള്ള രീതിയിൽ എനിക്ക് ചെവിയിൽ ഇങ്ങനെ ആരോ പറഞ്ഞു തരുന്ന പോലെ ഉണ്ടായിരുന്നു. സ്പീക്കിങ്ങിന് ഞാൻ കയറി. അത് ഒരു സ്ത്രീ ആയിരുന്നു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച പോലെ, മാതാവ് നീ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അവർ എക്സാമിനറിൻ്റെ പേര് പറഞ്ഞത് എന്നോട് മേരി എന്നായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു, സ്പീക്കിംഗ് കഴിയുമ്പോഴേക്കും എക്സാമിനറോട് ഗോഡ് ബ്ലെസ് യു എന്നൊരു വാക്ക് പറയണമെന്ന്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം. അങ്ങനെ ഞാനത് പറഞ്ഞു. അവർ ചിരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നത് സ്പീക്കിങ്ങിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ഡേറ്റും എടുത്തു. ആ സമയത്ത് ഞാൻ വീട്ടിൽ ഇരുന്നാണ് പഠിച്ചത്. മോൾക്ക് സ്കൂളിലും ചേർത്താണ്. അപ്പോൾ പോയി പഠിക്കാനുള്ള പറ്റുന്നുമില്ലായിരുന്നു. പഠിക്കാൻ എനിക്ക് വീട്ടിൽ ഇരുന്ന പഠിത്തവും നടക്കുന്നുമില്ലായിരുന്നു. അങ്ങനെ പറ്റുന്നില്ലായിരുന്നു പഠിക്കാൻ വേണ്ടി. അതിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അതിൽ ഞാൻ തോറ്റുപോയി. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വീണ്ടും ഡേറ്റ് എടുത്തു. അത് സെപ്റ്റംബർ 28-നായിരുന്നു. അങ്ങനെ ആ എക്സാമിന് ഞാൻ പോയി. അച്ഛനെ കണ്ടു ബ്ലെസ്സിങ് വാങ്ങിച്ചു. അപ്പോഴേക്കും അച്ഛൻ ഞങ്ങളുടെ സെക്ഷൻ ഉണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞ് പോയി രക്ഷപ്പെടും മക്കളെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ്, ഇതുകൊണ്ട് ഞാൻ നിർത്തും, ജയിച്ചാലും തോറ്റാലും ഞാൻ നിർത്തും, ഞാനില്ല, ഞാൻ അബുദാബിയിലോട്ട് തിരിച്ച് ഞാൻ പോകും. അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇത് കട്ടായമാണ് മാതാവ്, ഇനി ഞാൻ എഴുതില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ക്ലാസ്സിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം ഓർത്ത്, മാതാവ് ഇനി മുന്നോട്ട് വേറെ വഴിയില്ല, ഇത് എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു അമ്മയും കുഞ്ഞും എൻ്റെ മുന്നിലോട്ട് വന്നു. ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം വീണ്ടും വന്നു, എന്നെ തോണ്ടി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അന്ന് എന്തിനാ കരഞ്ഞേന്ന് ചോദിച്ചു. അപ്പം ഞാനിതുപോലെ എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ മാതാവിനെ ഉണ്ട്, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്ത ആളാണ്. അപ്പം പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, മാതാവെല്ലാം ശരിയാക്കി തരും, പാസ്സാക്കി തരും എന്ന് പറഞ്ഞു. അതിലെനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു.
അങ്ങനെ മൂന്നാമത്തെ എക്സാമിന് പോയി. എക്സാം ഹോളിൽ ചെന്നപ്പം എല്ലാവരുടെ കയ്യിലും ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് നമുക്ക് അവിടെ അലോ ചെയ്യത്തുള്ളൂ. എല്ലാവരുടെ കയ്യിലും ഉടമ്പടി ഉപ്പായിരുന്നു. കാരണം അതിൻ്റെ അകത്ത് മുഴുവൻ എല്ലാം ഈർപ്പമായിരുന്നു. അപ്പം എനിക്ക് സന്തോഷമായി, കാരണം ഇവിടെ മാതാവുണ്ട്, എല്ലായിടത്തും മാതാവുണ്ട്. പിന്നെ അങ്ങനെ എക്സാമിന് പോയി മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ എനിക്ക് സ്പീഡ് കുറവാണ്, എനിക്ക് ഒത്തിരി കട്ടിയുള്ള വാക്കുകൾ പറഞ്ഞ് എനിക്കത് ലിസൺ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് സ്പീഡ് കുറച്ച് തരണം. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ലിസണിങ്ങും എല്ലാം തന്നത്. റൈറ്റിങ്ങിന് എനിക്ക് അധികം എഴുതാൻ മാതാവ് എന്നെ അനുവദിച്ചില്ല. കുറച്ച് ടൈം കൊണ്ട് ക്ലാസ്സിൽ പോലും ഞാൻ അങ്ങനെ കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്തിട്ടില്ല. പക്ഷേ എക്സാമിനെല്ലാം കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി. സ്പീക്കിങ്ങിന് അതുപോലെ തന്നെ ഞാൻ കയറി. ഇത് വേറൊരു മേഡായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു, ഞാൻ കറക്റ്റായിട്ട് പറയുകയും ചെയ്തില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഗോഡ് ബ്ലെസ് യു എന്ന് പറയണോ വേണ്ടയോ? പക്ഷേ എൻ്റെ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നു, അയർലൻഡ് സ്കോറായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ അയർലൻഡ് സ്കോർ വന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതിനും ഏറ്റവും കൂടുതൽ സ്പീക്കിങ്ങിനായിരുന്നു എനിക്ക് മാർക്ക്. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, പ്രാർത്ഥന നീ കുറയ്ക്ക്, എന്നിട്ട് നീ പഠിത്തം കൂട്ടാൻ പറയും. പക്ഷേ ഞാൻ ചെയ്തു, കാരണം എനിക്ക് പഠിക്കുന്ന സമയത്ത് അതൊന്നും പറ്റുന്നില്ല. 8 മണിയാകുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും, ബുക്ക് തുറന്നാൽ ഞാൻ ഉറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന നടക്കില്ല, എന്നാൽ പിന്നെ പ്രാർത്ഥനയെങ്കിലും നടക്കട്ടെ, പഠിത്തം പിന്നെ ചെയ്യാമെന്ന് കരുതി ഞാൻ ആ സമയത്തെല്ലാം എൻ്റെ പ്രാർത്ഥന മാത്രമായിരുന്നു മുന്നോട്ട് വെക്കൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അയർലൻഡിന് അതിന് മുമ്പ് മാതാവിനോട് പറയുമായിരുന്നു, മാതാവ് നിനക്ക് ഇഷ്ടമുള്ള സ്കോർ നീ എനിക്ക് തന്നാൽ മതി. അയർലൻഡ് സ്കോറാണ് മാതാവ് എനിക്ക് തന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡി എല്ലിന് വേണ്ടിയിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ഡിസിഷൻ ലെറ്ററിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, അതും അതുപോലെ തന്നെ കിട്ടി. പിന്നെ ഡി എൽ കിട്ടി. കുറേ കഴിഞ്ഞപ്പോഴും എല്ലാം വിസയും തടസ്സങ്ങളാണ്, എല്ലാ രാജ്യത്തും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കൊരു ജോലി വേണം, ഞാൻ എന്നാൽ തിരിച്ച് അബുദാബിയിലോട്ട് പോകാം. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്കൊരു ഗോൾഡൻ വിസയുണ്ട്, അവിടെ ഞാൻ വർക്ക് ചെയ്തതാണ്, അപ്പം എനിക്ക് തിരിച്ച് അവിടെ ചെന്നാൽ എനിക്ക് ജോലി കിട്ടും. പക്ഷേ അപ്ലൈ ചെയ്തപ്പം മുതൽ കിട്ടാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് നടക്കില്ല. കാരണം അവിടെ ജോലി ചെയ്ത ആളാന്ന് പറഞ്ഞാലും ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാണ്. ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു, മാർച്ച് 10 എന്നൊരു ഡേറ്റും ഞാൻ ഇട്ടായിരുന്നു. അതിന് മുമ്പ് എനിക്കൊരു തീരുമാനമാക്കി തരണമെന്ന്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കോൾ വന്നു മാർച്ച് 3-ാം തീയതി തന്നെ. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ അവിടെ പോയി അറ്റൻഡ് ചെയ്യണം, വെറുതെ എൻ്റെ പൈസ കളയാനാണെങ്കിൽ എന്നെ വിടരുത്, നിൻ്റെ ഇഷ്ടപ്രകാരമാണ്, നീ എനിക്ക് ജോലി തരുമെന്നുണ്ടെങ്കിൽ മാത്രമേ നീ എന്നെ വിടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ പോയി ഞാൻ അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ചുമയുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് മാത്രം എനിക്ക് ചുമ നിന്നില്ല, കാരണം ചുമ വന്നാൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല, അലർജിക് കഫ് പോലെ ഇതായിരുന്നു. അങ്ങനെ അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, കാരണം അത് കിട്ടുമെന്നുള്ളത്. അങ്ങനെ അതും കിട്ടി. അതിനുശേഷം പിന്നെയുള്ളത് മോളുടെ കാര്യമാണ്. മോളുടെ മൂത്ത മോളാണ്. അവൾ അബുദാബിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവൾ LKG മാത്രമേ പോയിട്ടുണ്ടായുള്ളൂ. നാട്ടിൽ വന്നപ്പം UKG വിടാതെ ഞങ്ങൾ 1-ാം ക്ലാസ്സിലാണ് അവളെ ഡയറക്റ്റ് ചേർത്തത്. കാരണം 6 വയസ്സാവുന്നതുകൊണ്ട് അപ്പോൾ ഇവൾക്ക് മലയാളം അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. അപ്പം അങ്ങനെ ടീച്ചർമാർ പറഞ്ഞു UKG ഇരുത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ 1-ാം ക്ലാസ്സിൽ ഇരുത്തി. അപ്പോൾ ഇവൾക്ക് പിക്കപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഒരു വർഷം മിച്ച് ഇവൾ ക്ലാസ്സിൽ പോയിട്ടില്ല. മറ്റുള്ള പിള്ളേർ സ്പീഡിൽ എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവൾക്ക് പറ്റുന്നില്ല. എങ്കിലും ഒത്തിരി സ്ട്രെസ് എല്ലാം കൊടുത്തു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് നീ ഇവളെ പഠിപ്പിക്കണം, എഴുതിപ്പിക്കണം, അവൾക്ക് ചെവിയിൽ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോഴേക്കും പരീക്ഷയ്ക്ക് ഇവർക്ക് നല്ല മാർക്കുണ്ട്. ഇപ്പോൾ ഇവിടെ 2-ാം ക്ലാസ്സിലാണ്. പിന്നെ എൻ്റെ അനിയത്തി അതുപോലെ തന്നെ OET പാസ്സായി. അത് ഞാനൊരു ഉടമ്പടി വെച്ച കാര്യമായിരുന്നു. പിന്നെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫും അതും ഉടമ്പടിയിൽ പറഞ്ഞ കാര്യമായിരുന്നു, അതും എനിക്ക് സാധിച്ചു തന്നു. പിന്നെ ഞാൻ പറഞ്ഞു, എല്ലാവരും മാതാവിൻ്റെ പ്രസൻസ് കിട്ടുന്നു, മാതാവെ നീ എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ വരണ്ടില്ല. ഞാൻ മാതാവിനോട് ഈശോ എപ്പോഴും സംസാരിക്കും, നിങ്ങൾ മാത്രം എൻ്റെ പരീക്ഷാ പേപ്പർ നോക്കിയാൽ മതി എന്നായിരുന്നു ഞാൻ പറഞ്ഞത് മാതാവിനോട്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു തവണ ഞാൻ അവിടെ ഇപ്പം വീണ്ടും അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ജോയിൻ ചെയ്ത് ഉടനെ തന്നെ ഒരു ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ട് ഒരു ഫോറിനറിൻ്റെ വീട്ടിൽ ഞാനും ഒരു ഡോക്ടറോട് എന്നെ പറഞ്ഞു വിട്ടു. അപ്പം അവിടുത്തെ ഇതനുസരിച്ച് പേഷ്യൻസ് നമുക്ക് ഒറ്റക്കുത്തിന് കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എൻ്റെ കൂടത്തെ വരണം, എനിക്കൊരു അടയാളം തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാതാവിൻ്റെ ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് ബസ്സിൽ പൊയ്ക്കുമ്പോൾ ആകാശത്ത് നോക്കുമ്പോൾ ഒരു മഴവില്ല് കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ആ പേഷ്യൻറ്റും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ പ്രാർത്ഥനയിലും ഒത്തിരി ആത്മീയമായിട്ട് വളരാനും വചനം വായിക്കാനും പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും പള്ളിയിൽ പോകാനും എല്ലാം എനിക്ക് സാധിച്ചു. ഞായറാഴ്ച ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞായറാഴ്ച ഓഫ് ഉണ്ടെങ്കിൽ പോലും മടിയായിരുന്നു പോകാൻ. ഇപ്പം അങ്ങനെയല്ല, നൈറ്റ് ഡ്യൂട്ടി ആയാൽ പോലും ഞാൻ നൈറ്റിന് മുമ്പായിട്ടും അല്ല അതിന് ശേഷമാണെങ്കിലും ഞാൻ ശനിയല്ല ഞായറാഴ്ച ഞാൻ വിശുദ്ധ കുർബാന അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടിക്ക് ശേഷം ഞാൻ മുടക്കിയിട്ടില്ല. പള്ളി പോകാനും മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം പത്രം ഞാൻ കൊടുക്കാറുണ്ട്. പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമായിട്ടും ഇതെല്ലാം കൊടുക്കും. എന്നോട് പൈസ ചോദിക്കുന്നവരോട് പൈസയെല്ലാം ഞാൻ കൊടുക്കാറുമുണ്ട്. ഒത്തിരി ഉടമ്പടിക്ക് ശേഷം ആത്മീയമായിട്ട് ഒത്തിരി വളരാനും സാധിച്ചു. അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ വലിയൊരു അനുഗ്രഹം. ഇത്രയും നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കൃപാസന പ്രസാദ മാതാവേ, അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഈ
വിശുദ്ധ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻഡ്രു. ഞാൻ വരുന്നത് കറുകുറ്റി ബെസ്ലേഹം സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാനല്ല ആക്ച്വലി ഉടമ്പടി എടുത്തിരിക്കുന്നത്, വൈഫാണ്. ഇതെൻ്റെ വൈഫ് നിമ്മി, മകൻ ആൽഫ്രഡ്. ഞങ്ങളിത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ജോലി സാധ്യത, ഗൾഫിലാണ് ജോലി ചെയ്തത്. അവിടെ നിന്ന് പോന്നിട്ട് 2020 അവസാനം പോന്ന് വേറൊരു ജോലിയുമായിട്ട് റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. അടുത്തൊരു 3 മാസത്തിനുള്ളിൽ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് നൽകി എഗ്രിമെൻ്റ് എഴുതി പോകുന്നതാണ്. 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ വിസ വന്നു, അടുത്ത കമ്പനിയിലേക്ക് വിസ വന്നു. വിസ വന്നിട്ട് ആ വിസ അടിക്കാൻ വേണ്ടി ബോംബെ എംബസിയിൽ കൊടുത്തിട്ട് 2 പ്രാവശ്യം റിജക്റ്റ് ആവാണ്. ഇതിനി നടക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ ഓൺലൈനിൽ ഇത് അച്ഛൻ്റെ ടോക്ക് കാണുന്നത്, കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നതും. ഞാൻ എന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ ഒന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കണം. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് തോന്നാണ് അന്ന് ഇവിടം വരെ ഒന്ന് വരാമെന്ന് കരുതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന എൻ്റെ പേരിൽ വൈഫ് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തോളാം, ഇനി അവിടെ പോയിട്ടുള്ള സാഹചര്യത്തിൽ ഉടമ്പടി പാലിക്കാൻ പറ്റിയില്ലെങ്കിലൊന്ന് വിചാരിച്ച് വൈഫ് എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി, ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ അടിച്ചു എന്നും പറഞ്ഞ് ബോംബെയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പോൾ എൻ്റെ മകൻ പറയാണ് ഇത് ഇൻ്റർനെറ്റിനേലും സ്പീഡായി പോലും ഡാഡിന്ന്. അത്രയ്ക്ക് അത്ഭുതമാണ് നടന്നത്. ഇതിനി നടക്കില്ല എന്ന് പറഞ്ഞ സംഭവമായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്കര കച്ചിത്തുരുമ്പായിരുന്നു ജോലി എന്ന് പറയുന്നത്. അതങ്ങനെ നടന്നു. ഞാൻ പോയി അവിടെ ചെന്ന് പിന്നെ ഓരോ സ്റ്റെപ്പും എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളെന്ന് പറയുന്നത് വളരെ ഓരോ ദിവസവും എനിക്ക് വളരെ കൃപകളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലിക്കാര്യത്തിലായാലും ജോലി സ്ഥലത്ത് വെച്ച് എനിക്കൊരു വാഹനം വേണമായിരുന്നു. കാരണം പുറത്ത് താമസിക്കാനുള്ള എഗ്രിമെൻ്റാണ് ഉണ്ടായത്. അതിന് 3 മാസത്തിൽ ശമ്പളം ക്രെഡിറ്റ് ആവാതെ ഒരു വാഹനം വാങ്ങിക്കാൻ അവിടെ സൗദി അറേബ്യയിൽ പറ്റത്തില്ല. എനിക്ക് 18 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ അപ്രൂവൽ ആണ്. 1 മാസത്തെ സാലറി പോലും ക്രെഡിറ്റ് ആവാതെ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ എനിക്ക് വാഹനം കിട്ടി, നല്ലൊരു വീട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റി. അന്ന് തുടങ്ങി ഓരോ പ്രവർത്തനം ഞാൻ ഒരു ദിവസം പോലും പ്രഭാത പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥന 2 നേരം മുടങ്ങുന്നില്ല. ഇതുവരെ മുടങ്ങിയിട്ടില്ല. എന്ത് ജോലി ഉണ്ടായാലും എന്ത് തിരക്കുണ്ടായാലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളിലും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ് മാത്രമാണ് ഇതുവരെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ ഒരു അക്രൈസ്തവായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ വൈഫിന് ക്യാൻസറാണെന്നും പറഞ്ഞ് തെളിഞ്ഞു. അവിടെ 2-3 ഹോസ്പിറ്റലിൽ സ്ഥിരീകരിച്ചു ക്യാൻസറാണ്, റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ റേഡിയേഷന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന സമയത്താണ് അവൻ എന്നോട് പറയുന്നത് അതിൻ്റെ ഒരു കൊന്ത ഉണ്ടെങ്കിൽ കിട്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവനെന്താ കൊന്ത ചോദിക്കണമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് കൊന്തയും കൃപാസനത്തിലെ തൈലവും ഉപ്പും കൊണ്ടുവന്ന് അവന് കൊടുത്തിട്ട് പറഞ്ഞു എവിടെയാണോ ക്യാൻസർ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ കുരിശ് വരച്ച് നീ പ്രാർത്ഥിച്ചു, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അന്ന് തുടങ്ങി അവൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അവൻ്റെ വൈഫിൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു. സർജറി നടത്തിയിട്ട് എന്തോ സിസ്റ്റ് പോലെ ആയിരുന്നു, അത് എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് സർജറി നടത്തി അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. അത്ഭുതപ്പെട്ടു പോയി. അവനിപ്പോൾ ഭയങ്കര വിശ്വാസത്തിലാണ്. അവൻ്റെ ഒരു വീടിൻ്റെ ഒരു റൂം തന്നെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവൻ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോഴും അവനൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ വീട് വിൽക്കേണ്ടതായിട്ട് വന്നു. കാരണം അതിന് ലോൺ ഉണ്ടായിരുന്നു, അത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അത് വിൽക്കേണ്ടതായിട്ട് വന്നു. അത് വിറ്റതിന് ശേഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു. മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വീടിന് പകരം 3 വീടാണ്, 3 ആധാരമാണ് നടക്കാൻ പറ്റിയത്. 2 ആധാരം നടന്ന് വേറെ പ്ലോട്ടിന് നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീട് ലഭിച്ചു. അങ്ങനെ 3 ആധാരം ലഭിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. മുടങ്ങാതെയുള്ള പ്രവർത്തനം അവിടെ. അതുപോലെ തന്നെ അവിടെ ഒരു വീട്ടിൽ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീ ഞങ്ങളെ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്.
അന്ന് വൈഫ് എൻ്റെ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ വൈഫിനായി വിഷമമായിപ്പോയി. വൈഫ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അവർക്കിടെ വീട്ടിലായിരിക്കും കൃപാസന മാതാവിൻ്റെ ഏറ്റവും വലിയ ഫോട്ടോ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ഫോട്ടോയാണ് അവർക്കിടെ വീട്ടിലിരിക്കുന്നത്. അതുപോലെ ഒത്തിരി വീടുകൾ അവിടെ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. കൂട്ടായ്മയിലെ ഒട്ടുമിക്ക വീടുകളും കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്രയ്ക്ക് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലെന്ന് പറയുന്നത് ഓരോ ദിവസവും നടന്നിരിക്കുന്നത് മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങളാണ്. ഇത്രയും ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കാം. എൻ്റെ പേര് നിമ്മി ആൻഡ്രു. ഇപ്പം ഇവിടെ ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആദ്യമൊക്കെ വന്നത് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. കാരണം നമ്മുടെ ബൈബിളിൽ തന്നെ പുതിയ നിയമത്തിൽ ഈശോ കാണിക്കുന്ന എല്ലാം ഭൗതികമായ അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങളുടെ ഒരു ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യർ. അപ്പം നമുക്ക് ആവശ്യം ഭൗതികമായ കാര്യങ്ങൾ, ജോലി, വാഹനം, വീട്, സന്തോഷകരമായ ഒരു കുടുംബജീവിതം, സമാധാനം, ഇതെല്ലാമാണ്. അതുപോലെ തന്നെയാണ് ഞാനിവിടെ കടന്നു വന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹമല്ല, സംരക്ഷണം. ആ സംരക്ഷണം എന്ന് പറയുന്നത് ഈ ഉടമ്പടിയിലൂടെ മാത്രം ലഭിച്ചതാണ്. ഞാൻ ആദ്യമേ ഒരു വിശുദ്ധരുടെ നൊവേനയ്ക്ക് ഒന്നും പോവാറില്ല. ഞാൻ പള്ളിയിൽ പോകും, പരിശുദ്ധ അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ്, വേളാങ്കണ്ണി അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണ്. പക്ഷെ കൃപാസനം എന്തുകൊണ്ട് എന്ന് എന്നോട് എല്ലാവരും ചോദിക്കും, എന്തിനാ കൃപാസനത്തിൽ പോണേ, ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് വേളാങ്കണ്ണിയിൽ പോണേ, പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ആരൊക്കെയോ പറഞ്ഞ് നമ്മൾ കേട്ടത് കൊണ്ടാണ് സത്യം. പക്ഷേ നമ്മൾ ആ കണ്ട വ്യക്തിനെ ഒന്നും നമ്മൾ അറിയില്ല. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേനെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുമോ, എത്രമാത്രം സ്വീകരിക്കാൻ പറ്റുമോ, നമുക്കതിന് സാധിക്കില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ഈ നാട്ടിൽ വരാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളെവിടെ പോകും? എത്രയോ ഔട്ട്സൈഡുകളിൽ, എത്രയോ ഇന്ത്യക്ക് പുറത്ത് രാജ്യങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും ഉടമ്പടിയിൽ വരാൻ സാധിച്ചു, അമ്മയുടെ സംരക്ഷണയിൽ വരാൻ സാധിച്ചു. എൻ്റെ ജീവിത പങ്കാളിയുടെ ആദ്യത്തെ ഭൗതികമായ ആവശ്യങ്ങൾ, അതുപോലെ എൻ്റെ രോഗാവസ്ഥയായിരുന്നു അടുത്തത് ഞങ്ങളുടെ ഒരു ഇത്. എനിക്ക് 8ാം ക്ലാസ് മുതൽ എപ്പിലെപ്സി ഫിക്സ് വരുന്ന രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രശ്നമാണ് ഈ ഒരു രോഗാവസ്ഥ കാരണം. ഒരു യാത്ര പോലും പോയാൽ നമ്മളൊരു ഗുളിക മുടങ്ങാനോ അത് എടുക്കാതിരിക്കാൻ മറക്കാനോ പാടില്ല. ആ യാത്രാ സ്ഥലത്തു നിന്ന് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് പറഞ്ഞു തുടങ്ങി, എനിക്ക് ഈ ഗുളിക മടുത്തു, ഞാൻ ഈ ഗുളിക നിർത്താണ്. അപ്പോൾ എനിക്കൊരു പ്രേരണ വന്നു തുടങ്ങി, ഇത് നിർത്ത്. അപ്പോൾ ഹസ്ബൻഡും പറയും, ഞാനും മുട്ടുമ്പോൾ നിൽക്കുകയാണ്, എൻ്റെ കാലിൽ തൈമ്പ് കണ്ട മാതാവിന് അറിയാൻ പറ്റും എന്ന്, അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുകയല്ല, ഞാൻ മാതാവിനോട് പറഞ്ഞു തുടങ്ങി എനിക്ക് ഗുളിക നിർത്തണമെന്ന്. എന്നോടും ആരോ പറയുന്നു ഗുളിക നിർത്തിക്കോ. ഞാനങ്ങനെ ഗുളിക കുറച്ച് നിർത്തി. ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ EG എടുത്തിട്ട് പറഞ്ഞു, ഇതിൽ തനിക്ക് എപ്പിലെപ്സി ഉണ്ടെന്ന് ആരാ പറഞ്ഞതെന്നാണ് ചോദിച്ചത് ആദ്യത്തെ ചോദ്യം. ഞാൻ പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്നു, 8ാം ക്ലാസ് തുടങ്ങി ഞാൻ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടാബ്ലറ്റ് കുറേശ്ശെ നിർത്തി. ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിച്ചൊക്കെ ഇരുന്ന സമയത്താണ് വീണ്ടും എനിക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെ വന്നു. അഡ്മിറ്റായി, 5-6 ദിവസം അഡ്മിറ്റായി. അവിടെ എന്തൊക്കെ ചെക്കപ്പ് നടത്തിയിട്ടും ഒന്നുമില്ല. അവസാനം അവർ വെറുതെ വിധി എഴുതി, എനിക്ക് എപ്പിലെപ്സിയുടെ പ്രശ്നം തന്നെയാണ്, ഇനി ആ മരുന്ന് കഴിക്കണം. പക്ഷെ ഞാൻ ഒരിക്കലും അത് സമ്മതിച്ചില്ല. അവർ ടാബ്ലറ്റ് തന്നു. പക്ഷെ ഞാൻ എൻ്റെ പാരൻസും ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു നീ മരുന്ന് കഴിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, മാതാവായിട്ട് ഞാനൊരു യുദ്ധത്തിൽ തന്നെയാണ്. കാരണം എല്ലാവരോടും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഇടവക, അതുപോലെ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്, അവിടെ എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മ എനിക്കിത് മാറ്റി തന്നു, ഞാനിത് ഇപ്പം ഗുളിക കഴിക്കുന്നില്ല, ഞാൻ ഫ്രീ ബേർഡായിട്ട് നടക്കുകയാണ്. ഞാൻ വീണ്ടും ഗുളിക എടുത്തു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയ്ക്കല്ലേ മോശം കേട്. ഞാൻ വാശിയായി അമ്മോട്, എനിക്കിനി ഗുളിക കഴിക്കണ്ട, ഞാൻ ഗുളിക കഴിക്കുകയില്ല, എനിക്ക് ഇങ്ങനെ ഒരു അസുഖമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ രാജഗിരിയിൽ വീണ്ടും പോയി. അവിടെ അവർ EG നോർമലാണെന്ന് പറഞ്ഞു. വീണ്ടും ഓക്കെ, ഞാനത് കഴിഞ്ഞിട്ട് ഗുളികളൊന്നും തന്നെ എടുത്തില്ല. അവർ പാനിക് അറ്റാക്കിന് വേണ്ടി മരുന്നൊക്കെ തന്നു, അതൊന്നും ഞാൻ കഴിച്ചില്ല. പിന്നെ മാസങ്ങളായിട്ട് ഞാൻ 1 മാസത്തോളമെങ്കിലും മാതാവിൻ്റെ അടുത്ത് യുദ്ധത്തിലായിരുന്നു. അതിനുശേഷം മാതാവായിട്ട് എപ്പോഴും ഞാനിങ്ങനെ പറയും എനിക്കിനി മരുന്ന് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ 1 മാസം മുമ്പ് ലാസ്റ്റ് EG പോയി, പരീക്ഷണാർത്ഥം തന്നെ പോയി എടുത്തു. അതിലും നോർമലാണ്, ഒരു മരുന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു രോഗസൗഖ്യം കിട്ടി. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ
ഉടമ്പടിയിൽ വന്നേ പിന്നെ കിട്ടുന്നത് സന്തോഷം, സമാധാനം, ധൈര്യമാണ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഓടി എൻ്റെ ഓഫീസിലേക്ക് പിറ്റേ ദിവസം ചെന്നത്. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും ചോദിക്കും നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നു. പക്ഷെ നമുക്കൊരു ധൈര്യം കിട്ടും. പരിശുദ്ധ അമ്മയുടെ, ഈശോയുടെ ആ സംരക്ഷണത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമാണത്. പിന്നെ എനിക്ക് വീട്ടിൽ നമ്മൾ ഉപ്പും തേനും തൈലവും ഡെയിലി യൂസ് ചെയ്യുന്നവരാണ്. ഉപ്പ് ഞാൻ ഉപ്പിൻ്റെ കൂടെ ഇട്ട് എൻ്റെ മോന് ചോറ് കൊടുത്തു വിടുമ്പോൾ ആ ചോറിൽ ഉപ്പിട്ടിട്ടാണ് കൊടുത്തു വിടണമായിരുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലുതായിരിക്കും, കേൾക്കുന്നവർക്ക് ചെറുതുമായിരിക്കും. അത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എങ്കിലും ഒരു അത്ഭുതം ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടിൽ തൈലം തീർന്നു. ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് പകുതി ഞാൻ സൗദിക്ക് കൊടുത്തു വിട്ടതുകൊണ്ട് തൈലം തീർന്ന് കുപ്പി കാലിയായി ഞാനത് അവിടെ മാറ്റി വെച്ചേക്കായിരുന്നു. ഒന്നുമില്ല അതിനകത്ത്. കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുപ്പി ഇങ്ങനെ മാതാവിൻ്റെ താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തിളക്കം പോലെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ അതിൽ പകുതി എത്ര ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു വിട്ടോ അത്രയും തന്നെ തൈലം എനിക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇട്ട് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെയും വാർഡ്രോബിൽ ഇങ്ങനെ കിടക്കുകയാണ്, ആ കുപ്പി ഇരിക്കുകയാണ്, ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ എത്രത്തോളം തൈലം ഞാൻ അങ്ങോട്ട് കൊടുത്തു വിട്ടിരുന്നോ അതേ തൈലം തന്നെ അത്രയും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവ് ഓരോരുത്തർക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു അനുഗ്രഹം. നമ്മുടെ കൂടെ എപ്പോഴും പരിശുദ്ധ അമ്മ ഉണ്ടെന്നൊരു ഉറപ്പായിരുന്നു അതെല്ലാം. പിന്നെ എനിക്ക് ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് കണ്ടൊരു വിഷ്വലായിട്ട് ഞാൻ കണ്ടത് ജോസഫ് അച്ഛൻ്റെ ശരീരം ആകെ അഴുകി, അച്ഛനാകെ എന്താ പറയുക വയ്യാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. എങ്കിലും ആ മുറിവുകളിൽ നിന്ന് പോലും അത്ഭുതകരമായ സൗഖ്യങ്ങൾ ലഭിക്കുന്നതായിട്ട് ഇവിടെ സാക്ഷ്യം പറയുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലി ഞാനിങ്ങനെ കണ്ണ് തുറന്നിരിക്കുക. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സിസ്റ്ററോട് ചോദിച്ചു, ഞാനിത് പറഞ്ഞാൽ എനിക്കറിയില്ല, കാരണം നമ്മളൊക്കെ ഒരുപാട് കുറവുകളുള്ളവരല്ലേ, ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംരക്ഷണം, സ്നേഹം, മറ്റുള്ളവരോട് ചിരിക്കാനും, ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്, എപ്പോഴും ചിരിക്കുന്ന ആളാണ്. അടുത്തത് മോന് 8ാം ക്ലാസ് മുതൽ അവൻ്റെ പഠനം കുറേ അങ്ങനെ താഴേക്ക് പോയി. അവൻ ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. പിന്നെ കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ടാവാം കുട്ടിക്ക് പഠനമൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി. അങ്ങനെ 10ലെത്തിയപ്പോൾ ഒരു കുസൃതിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല, മൊബൈലൊന്നും ഉപയോഗിക്കാത്ത കുട്ടിയാണ്. പക്ഷെ പഠനം മാത്രം മേപ്പോട്ട് കയറുന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആണ് പരീക്ഷയുടെ കാര്യങ്ങൾ, ഓണപ്പരീക്ഷ വന്നു. ആകെ 60% മാർക്കാണ് ഉണ്ടായിരുന്നത്. അവനെ സംബന്ധിച്ച് അത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒട്ടും പേടിക്കണ്ട, കാരണം ഞാൻ അവനെ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളെന്തിനാ പേടിക്കണം? ഒട്ടും പേടിയോ ഭയമോ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിരുന്നുണ്ടായിരുന്നു ഞാൻ. ഇപ്പോഴുള്ള ഈ ഒരു വിറയിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഈ അൾത്താരയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ വന്നു, കുറച്ച് മാർക്ക് കയറി. അങ്ങനെ അവസാന പരീക്ഷയുടെ സമയം പോലും A+ കിട്ടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഇവനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ടീച്ചേഴ്സ്. കാരണം ഒരു 3-4 A+ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ 100% മാർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവനെ സഹായിച്ചു. അപ്പോൾ ഞാൻ ഇവനെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇവൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നമ്മൾ അമ്മമാരിരിക്കുന്ന പോലെ ഇരിക്കണ ഒരു സീൻ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോ ഒരിക്കലും വിഷമിക്കണ്ട, നീ ഇനി പരീക്ഷയ്ക്ക് ജയിച്ചില്ലേലും കുഴപ്പമില്ല, പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ +2 പരീക്ഷയിലും അവന് 70% മാർക്കോടുകൂടി ജയിക്കാൻ സാധിച്ചു. ഇവൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ പ്രേക്ഷിത വേല എന്ന് പറയുന്നത് എല്ലാ തരത്തിലും, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, ഒരു ഓഫീസുണ്ട് ചെറുത്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി മുക്കാലും ഞാനിങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്ന എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഞാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും ഓഫീസിൻ്റെ അവിടെയൊക്കെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്യണ്ട എന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ മാതാവ് തരുന്നത്, കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞേക്കുന്നത് ഒരു വർക്ക് കഴിയുമ്പോൾ അടുത്ത വർക്ക് എനിക്ക് തരണം എന്നാണ്. അതുകൊണ്ട് എനിക്ക് ആ കിട്ടുന്നതിൽ നിന്ന് ഒരു 50% കൂടുതൽ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടല്ലോ, ഞാനെന്തിനെ പേടിക്കണേ, ഹസ്ബൻഡിന് നല്ല സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു കുറവും ഞാൻ വരുത്താതെ മാതാവിൻ്റെ കാര്യങ്ങൾക്ക് ഇടപെടുത്തും. പത്രം കൊടുക്കും, നന്നായിട്ട് രോഗികളെ സന്ദർശിക്കും, അമ്മമാരുടെ ഇവിടെ പോയി സന്ദർശിക്കാറുണ്ട്, മന്ദബുദ്ധികളായ കുട്ടികൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച്, ഞാൻ എന്ത് തീരുമാനിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും നോ പറയില്ല, അതിന് കൂടെ നിൽക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത വേല. ഞങ്ങൾക്ക് ഉടമ്പടി ഇടുന്ന് കിട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷം, സമാധാനം, ധൈര്യം, ഇതൊക്കെയാണ്.
ഈശോയ്ക്കും മാതാവിനും നന്ദി. അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സാക്ഷ്യ വചന വിശകലന ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തിരിക്കുന്ന സാക്ഷ്യം ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഷിജി ജോഷിയുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ഷിജി ജോഷി. ഞാൻ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിൽ നിന്നാണ് വരുന്നത്. ഹിൽക്രിസ്റ്റ് ആണ് ഞങ്ങളുടെ ഇടവക. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഓസ്ട്രേലിയയിലായിരുന്നു കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേറ്റർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മകളെ ദൈവപിതാവ് എങ്ങനെയാണ് ഒരു പ്രത്യേക ജീവിത പ്രതിസന്ധിയിലൂടെ ഈ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ എത്തിച്ചേർക്കുന്നത് എന്നാണ് ഈ സാക്ഷ്യത്തിലുടനീളം നമ്മൾ വായിച്ചെടുക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കൃപാസനത്തിൽ നടന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു സ്ഥിരീകരണം കൂടിയാണ് ഈ ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. ഈ അമ്മ ഈ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്: എപ്രകാരമാണ് കൃപാസനത്തിലോട്ട് മരിയൻ ഉടമ്പടി എടുക്കാൻ താൻ കടന്നു വന്നത്. ജൂൺ 28-ാം തീയതിയാണ്. ഞങ്ങൾ എങ്ങനെയാണ് കൃപാസനത്തിൽ വരാനിടയായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ മോള് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു. സെക്കൻഡ് സെമസ്റ്റർ ചെയ്യുമ്പോൾ അവളുടെ 50% വേയുള്ള ഒരു അസൈൻമെൻറ്റ് യൂണിവേഴ്സിറ്റി വിത്ത് ഹെൽഡ് ചെയ്തു. ഈ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മകള് സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ ആ ഒരു വർക്ക് ഒരു കോപ്പി ചെയ്ത വർക്കാണെന്ന് സസ്പെക്റ്റ് ചെയ്ത്, അതായത് പ്ലാജറിസം ആണെന്ന് സസ്പെക്റ്റ് ചെയ്ത് ആ മകളുടെ വർക്ക് വിത്ത് ഹെൽഡ് ചെയ്ത് വെക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ സ്റ്റുഡൻസ് തോക്കുന്നത് കാരണം ഇവരും ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഒരുപാട് സ്ട്രെസ്സായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു. മകളുടെ ഈ വിഷയം ഞങ്ങളുടെ കുടുംബത്തെ ആകെ ഒന്നടങ്കം ഉലച്ചു കളഞ്ഞു. ആത്മഹത്യയുടെ വക്കിൽ പോലും മകൾ എത്തിപ്പെട്ടു. കാരണം അത്രമാത്രം ടെൻഷനിലൂടെയാണ് ഈ മകൾ കടന്നുപോയത്. അപ്പോൾ അത് വിത്ത് ഹെൽഡ് ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മകളുടെ യൂണിവേഴ്സിറ്റി റിസൾട്ട് വരില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ അക്കാഡമിക്ക് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ഈ സ്റ്റുഡൻറ്റും, അതായത് ഷിജി ജോഷിയുടെ മകൾ ആർദ്ര ജോഷിയും ഒപ്പം തന്നെ കുടുംബം മുഴുവനും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഒരുപാട് വ്യക്തികളിൽ ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പരിഹാരം അന്വേഷിച്ച് പ്രാർത്ഥനാ സഹായത്തിനായി അപേക്ഷിച്ചു. അതിൽ 41 ദിവസത്തെ ഉപവാസമുണ്ട്. പാസ്റ്റേഴ്സിനോട് വരെ നടത്തിയ പ്രയർ റിക്വസ്റ്റ് ഉണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അവരുടെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. പിന്നെ അവർ ലാസ്റ്റായിട്ടൊരു പ്രവാചകൻ്റെ നമ്പർ തന്നു. അവർ വിളിച്ചപ്പോൾ അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. ആ മനുഷ്യൻ എൻ്റെ ജീവിതം മാറ്റിയെന്ന് പറയാം. അതൊരു നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ സംഭവമാണ് ഞങ്ങളെ കൃപാസനത്തിൽ എത്തിച്ചത്. രാവിലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങും ആവേ മരിയ കൂവേ മരിയ കാക്ക കരയുന്ന പോലെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പറയാനായിട്ട് കഴിവുണ്ടായിരുന്നില്ല. ഈ അമ്മയ്ക്ക് അത് വളരെയേറെ വിഷമം നൽകിയെങ്കിലും അമ്മ ആ സമയം അതിന് പ്രതികരിച്ചില്ല. നിങ്ങൾ രാവിലെ മുതൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അപദാനങ്ങൾ വിളിക്കാൻ തുടങ്ങും. എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവമാതാവിനെ വിളിച്ചിട്ട് നടന്നത് എന്ന് പറഞ്ഞാണ് ഈ പാസ്റ്റർ ഈ അമ്മയെ കുറ്റപ്പെടുത്തിയത്. ആർദ്ര ജോഷിയുടെ അമ്മയെ ഷിജി ജോഷിയെ കുറ്റപ്പെടുത്തിയത്. അപ്പോൾ ഈ അമ്മ ഈ കൃപാസന അൾത്താരയിൽ പറയുന്നുണ്ട്, ആ യൂണിവേഴ്സിറ്റിയുടെ പുൽത്തകടിയിലിരുന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു മാതാവിനോട്. എനിക്ക് ഇതും കൂടെ കേൾക്കേണ്ടി വന്നു. എനിക്ക് തിരിച്ച് മാതാവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ചു പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. കാരണം ദൈവമാതാവ്, ഈശോയുടെ അമ്മ, സഭ ദൈവമാതാവെന്ന് പ്രഖ്യാപിക്കുന്ന, നമ്മൾ വിശ്വാസ സത്യമായി അംഗീകരിക്കുന്ന ആ വലിയൊരു സത്യത്തെ ഈ പാസ്റ്റർ തള്ളിപ്പറഞ്ഞിട്ടും ആ സമയം ഇവർ പ്രതികരിച്ചില്ല. പക്ഷേ ആ ഒരു അനുഭവമാണ് ഈ ഒരു പാസ്റ്ററിനെ വിളിക്കാനിടയായതും
ദൈവമാതാവിനെ ആ പാസ്റ്റർ അധിക്ഷേപിച്ചതുമാണ് കൃപാസനം എന്ന ഈ പരിശുദ്ധ ദൈവമാതാവ് സത്യമായും പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ അമ്മയെ കൊണ്ടെത്തിച്ചത്. സംഭവം ഇപ്രകാരമാണ്. അന്ന് രാത്രി ഞാൻ ഫിനഗൺ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു 1.5 ദിവസം ഉറങ്ങും. അന്ന് എനിക്ക് പിറ്റേ ദിവസം യൂണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 ടാബ്ലറ്റ് എടുത്തു എനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് ഞാൻ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു. എന്നെ അത്രയും ഡീപ്പായ സ്ലീപ്പിൽ നിന്ന് എണിപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു പെർഫ്യൂമായിരുന്നു അത്. ദൈവമാതാവിൻ്റെ സാന്നിധ്യമാണെന്നൊന്നും ഈ അമ്മയ്ക്ക് തിരിച്ചറിയാൻ ഒരു കഴിവില്ല. കാരണം ദൈവമാതാവുമായിട്ട് അത്രയേറെ ആത്മബന്ധം ഈ അമ്മയ്ക്കില്ല. അപ്പോൾ ഈ അമ്മ പറയുകയാണ്, ആരാണ് ഈ എൻ്റെ ഒരു ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഈ സമയം ഇങ്ങനെ സ്പ്രേ അടിച്ചിരിക്കുന്ന? ഹസ്ബൻഡ് ആയിരിക്കും എന്ന് ഓർത്ത് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇല്ല. പിന്നീട് ഈ അമ്മ പറയുന്നുണ്ട്, കാർമൽ മലയിൽ ഏലിയാവിരുന്നത് പോലെ എൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ എൻ്റെ തല വെച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ ഒരു സോഴ്സിൽ നിന്നാണ് ഈ പെർഫ്യൂം വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതീവ സുന്ദരിയായ ഒരു ഗ്രേ കളറുള്ള ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ എനിക്കൊരു സ്ലീപ്പ് പാരാലിസിസ് പോലെ, എനിക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന പോലെ എൻ്റെ കൈയും കാലും ഒക്കെ തളരുന്ന പോലെ തോന്നി. അമ്മ ചോദിക്കുകയാണ്, എന്നെ ചീത്ത പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ആ പാസ്റ്റർ ആ സമയം എന്നെ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ട് നീ പ്രതികരിച്ചില്ല? ജീവിക്കുന്ന ദൈവമാതാവ് ഓസ്ട്രേലിയയിൽ പ്രത്യക്ഷയായിക്കൊണ്ട്, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവ് ഓസ്ട്രേലിയയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ഈ ഷിജി ജോഷിയോട് ചോദിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നെ ഇത്രയ്ക്കധികം ചീത്ത പറഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്ത? അപ്പോൾ എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിവില്ല മാതാവേ എന്ന് പറഞ്ഞു. സാരമില്ല, നീ കൃപാസനത്തിലേക്ക് പോരെ, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ടെന്ന് പറഞ്ഞു. ജീവിക്കുന്ന ദൈവമാതാവ്, സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദൈവമാതാവ് ഈ ഷിജി എന്ന മകളെ വിളിച്ചിട്ട് പറയുകയാണ്, നീ കൃപാസനത്തിലോട്ട് വാ, എല്ലാ വിഷയങ്ങൾക്കും തീരുമാനമുണ്ടാകും. ഉടനെ തന്നെ ഇവർ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൃപാസനത്തിലോട്ട് കടന്നു വരികയാണ്. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് തിരിച്ചു പോകുന്നു. 3-ാം ദിവസമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ഒരു ഫയൽ, ഈ മകളുടെ അക്കാഡമിക് വാല്യുവേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫയൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മാതാവ് തന്നെ അത് തുറക്കുകയാണ്. മാതാവ് തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. പിന്നെ ഇതിൽ ദൈവമാതാവിൻ്റെ വലിയൊരു കയ്യൊപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മറ്റൊരു സംഭവം കൂടി ഈ അമ്മ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക. കാരണം കൃപാസനത്തിൽ പ്രത്യക്ഷീകരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ സമയ ഘടികാരം 8:10 സൂചികകൾ കാണിച്ചാണ് ഇവിടെ ദൈവമാതാവ് പ്രത്യക്ഷയായത്. അതിൻ്റെ അർത്ഥം സമയകാല സന്ദർഭങ്ങളുടെ മേൽ ദൈവമാതാവിന് വലിയ സ്വാധീനമാണുള്ളത്. അത് അവസാനം വെളിപാട് വരെ ഈ ഒരു പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇടപെടലിൻ്റെ, സമയ മധ്യസ്ഥ സ്വാധീനത്തിൻ്റെ ആ ഒരു പവറിനെ, ശക്തിയെ പ്രകടമാക്കുന്ന തിരുവചന ഭാഗങ്ങൾ നമ്മൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. അമ്മ പറയുന്ന പ്രകാരമാണ്, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ ഡേറ്റ് ഞാൻ അറിഞ്ഞില്ല, അത് സൺഡേ ആയിരുന്നു. സൺഡേ അവിടെ അവധിയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു വലിയ മിറക്കിളായിരുന്നു. സൺഡേ 2:30 7 out of 7 GPAയോടുകൂടി അവളുടെ റിസൾട്ട് റിലീസ് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന് ബാഗ് എറിഞ്ഞിട്ട്, അന്ന് സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡ് ഓടി വന്ന് അവളുടെ കാല് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, കൃപാസന മാതാവ് നമ്മുടെ കൂടെയുണ്ടെന്ന്. പരിശുദ്ധ ദൈവമാതാവ് ഈ കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട സമയം 2:30 എൻ്റെ മകളുടെ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടായത്. എൻ്റെ മോളാണ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ്. അവൾ യോഗസ്റ്റിൽ യൂണിവേഴ്സിറ്റി ടോപ്പായിട്ടുള്ള വെലിഡിക്റ്റേറിയൻ അവാർഡ് മേടിക്കാൻ പരിശുദ്ധ കൃപാസന മാതാവ് ഞങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് മാതാവിനോടും തിരുകുമാരനോടും ഞങ്ങൾ നന്ദി പറയുന്നു. വലിയൊരു സാക്ഷ്യമാണ്. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്ന തിരുവചന ഭാഗം ഇതാണ്. ജെറമിയ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഈ അമ്മ ഷിജി ജോഷി എന്ന ഈ അമ്മ പങ്കുവച്ച സാക്ഷ്യത്തിലൂടെ എൻ്റെ മനസ്സിലോട്ട് വന്ന ആദ്യത്തെ വചനം അതാണ്.
നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും, നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും, നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ഒരു വലിയ സംഭവമാണ്. അവരുടെ ജീവിതത്തിൻ്റെ താളം മാറ്റിമറിച്ച, ഗതി മാറ്റിമറിച്ച ഈ ഒരു അക്കാഡമിക് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ കുടുംബത്തെ കൃപാസന മാതാവിൻ്റെ ഭക്തരാക്കി മാറ്റി. അത് നിയമാവർത്തനം 8:3 തിരുവചനമാണ്. അവിടുന്ന് എന്തിനാണ് അവരെ മരുഭൂ വഴികളിലൂടെ വിശപ്പറിയാൻ വിട്ടത്? അത് അവരെ എളിമപ്പെടുത്താനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ മരുഭൂ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഞാനടക്കമുള്ളവർ ഇവാലുവേറ്റ് ചെയ്താൽ മനസ്സിലാവും ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കൃപാസനത്തിലോട്ട് കയറി വന്നത്. മെറിറ്റ് നഷ്ടപ്പെട്ടു, എല്ലാം കൈവിട്ട് പോയ ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളുമൊക്കെ കൃപാസനം എന്ന ഈ വലിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ എത്തിപ്പെട്ടത്. പക്ഷേ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? സമയച്ചുരുക്കത്തിൽ ദൈവമാതാവ് മക്കളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ അർത്ഥം എന്നുള്ളത്. അതിന് അടിവരയിടുന്ന വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ വിചിന്തനം ചെയ്തത്. ഈ മകളുടെ ആർദ്ര ജോഷിയുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി ടോപ്പറായി ഉയർത്തപ്പെട്ട നോട്ട് ബൈ മെറിറ്റിലൂടെ കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് തക്ക സമയം ഉയർത്തിയ ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ ഈ ഒരു വലിയ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കൊരു നിമിഷം ഒന്ന് വിചിന്തനം ചെയ്യാം. ജീവിതത്തിൽ നമ്മളെ എളിമപ്പെടുത്താനുള്ള ഒരു സഹന സാഹചര്യം, അതുമല്ലെങ്കിൽ ഒരു ജീവിത അനുഭവത്തിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുമ്പോൾ നാളിതുവരെ നമ്മൾ സ്വീകരിച്ച വചന നിലപാട് എന്താണ്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധ ദൈവമാതാവ് കൈക്കണ്ട ഒരു വചന നിലപാടുണ്ട്. ലൂക്ക 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക്, നിന്റെ വചനം അത് എന്താണോ എന്നിൽ നിറവേറട്ടെ. ഇതായിരിക്കണം, ഇതാകട്ടെ നമ്മുടെയും മുമ്പോട്ടുള്ള ജീവിത പാതകളിൽ ഉത്തരം കിട്ടാത്ത എല്ലാ ജീവിത ചോദ്യങ്ങൾക്കുമുള്ള വചന നിലപാട്, അതുമല്ലെങ്കിൽ ജീവിത സമീപനം. അതിവേഗം ഈ അമ്മയുടെ ജീവിതത്തിൽ ദൈവമാതാവ് ഇടപെടാനുള്ള ഒരു വലിയ കാര്യം ഈ ഷിജി ജോഷി തൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: ഞാൻ സിറ്റിയിൽ നിന്ന് പബ്ലിക്കായിട്ടാണ് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അത് വളരെ ദൈവസ്നേഹത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ തവണ ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ ഒരു ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. രണ്ടാമത്തെ തവണ ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ എനിക്കറിയാം അമ്മ എന്നെ സ്വന്തമാക്കി. കാരണം ഞാനിങ്ങനെ കൈ ഉയർത്തി ദൈവമാതാവിനോട് രണ്ടാമത്തെ തവണ യാത്ര പറയുമ്പോൾ ദൈവമാതാവ് ശക്തമായ സുഗന്ധാഭിഷേകത്താൽ തൻ്റെ സാന്നിധ്യം എന്നെ അറിയിച്ചു. മൂന്നാമത്തെ തവണ ഞാനിപ്പോൾ മൈക്ക് പിടിച്ച് നിൽക്കുന്നത് ഈ അൾത്താരയിൽ തന്നെയാണ്. അപ്പോൾ ദൈവമാതാവിനെ സ്വന്തമാക്കിയ വലിയൊരു സാക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് ഈ ഒരു ജീവിത പ്രതിസന്ധി ഘട്ടത്തിൽ മകളുടെ ജീവിത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ദൈവമാതാവിനെ കണ്ടെത്താൻ സാധിച്ചത്, അതുവഴി യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചത്? അത് ജെറമിയ 29:13 തിരുവചനമാണ്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവമാതാവിൻ്റെ കരം പിടിച്ച് പരിശുദ്ധ ദൈവമാതാവ് ഈ ഭൂമിയിൽ ജീവിച്ചു തീർത്ത, തിരുവചനത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ജീവിച്ചു തീർത്ത ആ ഒരു ജീവിത ശൈലി ഞങ്ങളുടെ ജീവിതത്തിലും ആ ഒരു മരിയൻ മാതൃക പിന്തുടരുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച്
ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിക്കുന്നതിലൂടെ, കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ഞങ്ങളെ തന്നെ കൂടുതൽ എളിമപ്പെടുത്തുവാൻ ഈശോയെ, അങ്ങനെ നിൻ്റെ കൃപ കരയേറ്റുവാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ.